കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശം തിങ്കളാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്നാണ് മുന്നറിയിപ്പ്. സമ്മർ ക്യാമ്പുകൾ നിർത്തിവെക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാനും മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ നിർദ്ദേശമുയർന്നു. അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അല്ലമീൻ നൽകും വിശദാംശങ്ങൾ. അല്ലമീൻ, പുതിയ അലർട്ട് വന്നിട്ടുണ്ട്. എന്തായാലും 4 ജില്ലകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു ഉഷ്ണതരംഗം. 3 ജില്ലകളായിരുന്നു, അത് 4ാമത്തെ ജില്ലയിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ തീരുമാനം വരുന്നത് മെയ് 6 വരെയുള്ള ഉഷ്ണതരംഗത്തിനുള്ള ഈ ഒരു ചൂട് കൂടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ യോഗത്തിൽ തീരുമാനം വന്നിരിക്കുന്നത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ പുലർത്തേണ്ടത്? ശ്രുതി, സംസ്ഥാനത്ത് ചൂട് വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്ന് സാഹചര്യം വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന് പ്രകാരം എടുത്തിരിക്കുന്ന തീരുമാനം അടുത്ത 6-ാം തീയതി, ഈ മാസം 6-ാം തീയതി, അതായത് വരുന്ന തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് കനത്ത ജാഗ്രത തുടരണമെന്നുള്ളതാണ്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമ്മർ ക്യാമ്പുകൾ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. അപ്പം പോലീസിൻ്റെയും NCCയുടെയും ഉൾപ്പെടെയുള്ള പരിശീലന പരിപാടികൾ പോലും രാവിലെ 11-നും വൈകിട്ട് 3-നും ഇടയിൽ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടിയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുറം ജോലികളും വിനോദ പരിപാടികളും പാടില്ല. കാരണം ഈ സമയത്ത് 11-നും 3-നും ഇടയിൽ ചൂടേൽക്കുന്നത്, ശരീരത്ത് നേരിട്ട് സൂര്യതാപം ഏൽക്കുന്നത്, അത് വലിയ തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, ഒരുപക്ഷേ മരണത്തിലേക്ക് പോലും നയിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കാം. അതുകൊണ്ട് കടുത്ത ജാഗ്രത വേണമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങളും ജാഗ്രതാ മുന്നറിയിപ്പുകളുമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ, മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ സമയം ക്രമീകരിച്ച് ജോലി ചെയ്യണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ഈ 6-ാം തീയതിക്ക് ശേഷം ഒരു പക്ഷേ വേനൽ മഴ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചൂടിനൊരു ശമനം ഉണ്ടാകുമെന്നുള്ളൊരു പൊതു വിലയിരുത്തലുണ്ട്. അതുകൊണ്ടാണ് 6-ാം തീയതി വരെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം തുടരാൻ പറഞ്ഞിരിക്കുന്നത്. പോലീസ്, ഫയർഫോഴ്സ്, മറ്റു സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം. അതുപോലെ തന്നെ ആസ്ബറ്റോസ്, ടിൻ ഷീറ്റുകൾ, മേൽക്കൂരയായുള്ള തൊഴിലിടങ്ങൾ, അതിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ, അവരെയൊക്കെ ക്യാമ്പുകളിലേക്ക് മാറ്റണമെന്നൊരു നിർദ്ദേശം കൂടിയും ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആവശ്യമായ സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കണം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകാതെ തന്നെ പൂർത്തിയാക്കണമെന്നൊരു ആവശ്യം കൂടി സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ ഫയർ ഓഡിറ്റ് സംവിധാനം കൃത്യമായി വേണം. അങ്ങനെ കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളൊപ്പം വളർത്തുമൃഗങ്ങളെ അവരുടെ കാര്യത്തിലും പ്രത്യേക ജാഗ്രത വേണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്സ് അനുസരിച്ച്, അലർട്ട് അനുസരിച്ച് സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇപ്പറഞ്ഞ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഉഷ്ണതരംഗം തുടരാൻ സാധ്യത കൽപ്പിക്കുന്നത്. അതിൽ പാലക്കാട് വരുന്ന തിങ്കളാഴ്ച വരെ കഠിനമായ ചൂട് തുടരുമെന്ന് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാനത്ത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ചൂട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ തോതിലുള്ള മഴയ്ക്കുള്ള സാധ്യതയും കൽപ്പിക്കുന്നുണ്ട്. ആ മഴ വരുന്നത് കൊണ്ട് തന്നെ, വേനൽ മഴ നേരിയ തോതിലെങ്കിലും വരുന്നത്, ഉഷ്ണതരംഗം അതിതീവ്ര ഉഷ്ണതരംഗത്തിലേക്ക് പോകുന്നത് തടഞ്ഞു നിർത്തും. പക്ഷേ ചൂട് കൂടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അത് ഈ മെയ് മാസം 6-ാം തീയതി എല്ലാ അർത്ഥത്തിലും കടുത്ത ജാഗ്രത, കനത്ത ജാഗ്രത, ശ്രദ്ധ വേണമെന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സർക്കാരും ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നത്. ശ്രുതി, ശരി, ചൂട് കൂടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്നാണ് മുന്നറിയിപ്പ്.